ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു MCQ നമുക്ക് നോക്കാം. നോക്കിയേ, ഓർഗനൈസിംഗ് ബിഗിൻസ് വിത്ത് 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഐഡന്റിഫൈങ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പിംഗ് ടാസ്ക്, അപ്പോയിന്റിംഗ് എംപ്ലോയീസ്. ഇവിടെ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓർഗനൈസിംഗ് ആണ് അല്ലെ. നമ്മൾ ഓർഗനൈസിംഗ് എവിടെ നിന്നാണ് ആരംഭിക്കുക? നമ്മൾ പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് എന്ത് ഓർഗനൈസിംഗ് എടുക്കുക. അപ്പൊ ഈ ഓർഗനൈസിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്? അതാണ് നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക, എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ. ഐഡന്റിഫൈയിങ് ആക്ടിവിറ്റീസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള കൂടുതൽ MCQs കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.